സ്നേഹമുള്ളവരെ, അകലെയായിരുന്ന ദൈവം അടുത്തു വന്നതിന്റെ മഹാതിരുനാൾ ക്രിസ്തുമസ് ആഘോഷിക്കാനായി നാം ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പി ലേഖനത്തിലൂടെ നമ്മോട് പറയുന്നുണ്ട്, ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനെ പോലെ അവിടുന്ന് കാണപ്പെട്ടു. അതെ, തന്നെ തന്നെ ശൂന്യനാക്കിയതിന്റെ ശൂന്യവൽക്കരണത്തിന്റെ തിരുനാളാണ് ക്രിസ്തുമസ്. ദൈവം തന്നെ തന്നെ ശൂന്യനാക്കി മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നുള്ളതിന്റെ തിരുനാൾ. ഈ തിരുനാൾ ദിനത്തിൽ ദൈവത്തോട് നാം കൃതജ്ഞതയുള്ളവരാണോ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പരിശോധിക്കാനുള്ളത്. നമ്മുടെ ഹൃദയം ദൈവത്തോടുള്ള നന്ദി കൊണ്ട് നിറയാറുണ്ടോ? ചിലപ്പോഴൊക്കെ നാം നമ്മുടെ അയൽപക്കക്കാരോടും മാതാപിതാക്കളോടും നമുക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നവരോടുമൊക്കെ നന്ദി പറയാറുണ്ട്. പലപ്പോഴും അത് മറക്കാറുമുണ്ട്. പക്ഷേ ദൈവത്തോട് നാം നന്ദി പറയാറുണ്ടോ? ദിവസവും എഴുന്നേൽക്കുന്നതും യാത്ര ചെയ്യുന്നതും നടക്കാൻ പറ്റുന്നതും ഭക്ഷണം കിട്ടുന്നതും എല്ലാം ഓർത്ത് ദൈവത്തോട് നാം എന്തുമാത്രം നന്ദി പറയുന്നുണ്ട്. കൃതജ്ഞതയായിരിക്കട്ടെ നിങ്ങളുടെ ബലി എന്നാണ് വചനം പറയുക. അപ്പോൾ നമ്മുടെ ഹൃദയം എന്തുമാത്രം നന്ദി കൊണ്ട് നിറയേണ്ടതാണ്. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം, നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. എന്തിനും ഏതിനും നന്ദി പറയുന്നവരായി നാം മാറിയാൽ, നമ്മുടെ ഹൃദയത്തിൽ നന്ദി നിറഞ്ഞാൽ സന്തോഷവും ഒപ്പം നിറയും, ഹൃദയത്തിൽ ആനന്ദം നിറയും. നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം നിറയുമ്പോൾ സ്വർഗവും സന്തോഷിക്കും, നമ്മോടൊപ്പം അവരും സ്വർഗവാസികളും ആനന്ദത്താൽ കുതിച്ചു ചാടും. അതുകൊണ്ട് ഈ ക്രിസ്തുമസ് നാളുകൾ ഒരുപാട് സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ നാളുകളാകാൻ നന്ദി കൊണ്ട് കൃതജ്ഞത കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കാം. ഏവർക്കും ക്രിസ്തുമസ് മംഗളങ്ങൾ.